നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിന്റെ വ്യാപനത്തെ പറ്റിയാണ്. കാരണം ലോകത്തില് ഭൂമിശാസ്ത്രപരമായ അതിർത്തി ഇല്ലാത്ത ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ലെബനനിലെ ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടിയിട്ട് ലെബനൻ മൊത്തത്തിൽ ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട്. കാരണം അതിന്റെ ഉള്ളിലേക്കൊക്കെ കയറി പോകുന്നുണ്ട്. ഇപ്പൊ ഇന്നൊരു വാർത്ത ഞാൻ കാണിച്ചു തരാം. മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ് ഞാൻ വായിക്കാം. ലെബനാനിലെ ബ്യൂഫോർട്ട് കാസിൽ പിടിച്ചു ഇസ്രായേൽ സേന. ലെബനാനിലെ ഉള്ളിലുള്ള ബ്യൂഫോർട്ട് എന്നുള്ള ഒരു കാസിലുണ്ട്. ഹിസ്ബുള്ളയുടെ തലസ്ഥാനമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ലെബനനിലെ ബ്യൂഫോർട്ട് കാസിൽ പിടിച്ചു ഇസ്രായേൽ. ലെബനിൽ 900 വർഷം പഴക്കമുള്ള ഒരു കോട്ടയാണ് ബ്യൂഫോർട്ട് എന്ന കാസിൽ. അത് ഇസ്രായേൽ സൈന്യം പിടിച്ചു എന്നാണ് പറയുന്നത്. കാരണം ലെബന്റെ ഉള്ളോട്ടുള്ള ഒരു നഗരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ കോട്ട ഹിസ്ബുള്ളയെ തകർത്തുകൊണ്ട് ഇസ്രായേല് പിടിച്ചു എന്നാണ് ഈ വാർത്ത. ഞാനിത് വായിച്ചു നോക്കാം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുകയറി. തെക്കൻ ലെബനിലെ 900 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ ബ്യൂഫോർട്ട് കോട്ടയും അത് സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ കുന്നും പിടിച്ചെടുത്തു. 4 നൂറ്റാണ്ടിന് ശേഷമാണ് ലെബനന്റെ ഇത്ര ഉള്ളിലേക്ക് ഇസ്രായേൽ അധിനിവേശം നടത്തുന്നത്. മധ്യകാലഘട്ടത്തിലെ തന്ത്രപ്രധാന കോട്ട സൈന്യം പിടിച്ചെടുത്ത് പതാക നാട്ടിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് അറിയിച്ചത്.